ഹലോ ഫ്രണ്ട്സ്, ഈസ്റ്ററിന് ഞങ്ങളുടെ വീട്ടിൽ ബിരിയാണി ആയിരുന്നു കേട്ടോ. അതും വെറും ബിരിയാണിയല്ല, പണ്ട് കാലത്തൊക്കെ നമ്മൾ കല്യാണങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ. ആ ടേസ്റ്റ് സത്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്തെ ബിരിയാണിക്ക് ഒന്നുമില്ല. അത് വേറെ ടേസ്റ്റ്, ഇത് വേറെ ടേസ്റ്റ്. അപ്പോൾ അന്ന് പണ്ട് കാലത്ത് നമ്മൾ കഴിച്ചിരുന്ന ബിരിയാണിയുടെ ടേസ്റ്റാണ് ഇന്ന് മമ്മി വയ്ക്കാൻ പോകുന്ന ഈ ബിരിയാണിയിലുള്ളത്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ആദ്യം ഈ പറയുന്ന വെജിറ്റബിൾസൊക്കെ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇതൊക്കെ ഇനി വറുത്തെടുക്കുകയാണ് കേട്ടോ. അണ്ടിപ്പരിപ്പ് ആദ്യം വറുത്തെടുത്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ചട്ടിയിൽ മുന്തിരിങ്ങ വറുത്തെടുക്കുകയാണ്. മുന്തിരിങ്ങ ഇങ്ങനെ ബബിള് പോലെ ഇങ്ങനെ വലുതായിട്ട് വരും. അങ്ങനെ മുന്തിരിങ്ങ നമ്മൾ വറുത്തെടുക്കും. അങ്ങനെ വറവ് സാധനങ്ങളൊക്കെ ആദ്യം നമ്മൾ വറുത്തെടുത്ത് മാറ്റി വയ്ക്കും കേട്ടോ. അതിനും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ക്യാരറ്റ്, പട്ടാണി അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കി മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഈ ബിരിയാണിക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ മുന്തിരിങ്ങയും നമുക്ക് ശരിയായി. ഇനിയാണ് വേറൊരു തരത്തിൽ നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്കായ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ ബിരിയാണിയിൽ നമ്മൾ ഇടുന്നത്, അതൊക്കെ നമ്മൾ ഇതേ വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കുകയാണ് കേട്ടോ. അതൊരു പ്രത്യേക തരം ഒരു ഇതായിട്ട് ഇന്നത്തെ കാലത്തൊന്നും നമ്മളിതൊന്നും ചെയ്യാറില്ല സത്യം പറയുകയാണെങ്കിൽ. നമ്മളിത് റൈസിൻ്റെ വെള്ളത്തിലിടുക, അല്ലെങ്കിൽ ഇപ്പോൾ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ വേവിക്കുന്ന അതിലേക്ക് ഇടുക, അങ്ങനെയല്ലേ ചെയ്യുക. ഇതിപ്പോൾ ഇങ്ങനെയാണ് പഴയൊരു കാലത്തെ ഒരു രീതിയിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇതൊക്കെ നമ്മൾ വറുത്ത് കോരി ഇനി ഇതേ എണ്ണയിൽ സബോള വറുത്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. സബോള ബ്രൗണിഷ് കളർ ആവണ വരെ നല്ലപോലെ മുരിയിച്ചെടുക്കുകയാണ് ചെയ്യണത്. എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ കല്യാണങ്ങളിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് സത്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്തെ ബിരിയാണികൾക്കില്ല. ഇന്നത്തെ കാലത്ത് ബിരിയാണി ടേസ്റ്റ് ഇല്ല അല്ല കേട്ടോ പറയുന്നത്, പക്ഷെ അത് വേറൊരു ടേസ്റ്റാണ്, ഇത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ സബോള മുങ്ങുന്ന രീതിയിൽ വേണം എണ്ണ ഒഴിക്കാൻ കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് സമയം പിടിക്കും, അത് നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് സബോള കുറയ്ക്കാം കൂട്ടാം ഒക്കെ ചെയ്യാം. നല്ലപോലെ മുരിച്ചിങ്ങോട്ട് എടുക്കുക. ഇപ്പോൾ നമ്മൾ ഈസ്റ്ററിനാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഞാനിതിടാൻ കുറച്ച് ലേറ്റായി എന്ന് മാത്രം, എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ ഇത് ഏറെക്കുറെ ഇങ്ങനെ മുരിഞ്ഞ് നമ്മളത് വറുത്ത് കോരി എടുത്തു. അതിന് ശേഷം ആ വെളിച്ചെണ്ണയിൽ നമ്മൾ ചിക്കൻ വറുത്തെടുക്കുകയാണ് ചെയ്യണത്. ചിക്കൻ സാധാരണ പോലെ നമ്മൾ മാഗ്നേറ്റ് ചെയ്തിട്ട് നമ്മളെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് സാധാരണ നമ്മൾ വറുത്തെടുക്കുന്ന പോലെ വറുത്തെടുക്കുക. ഇത് നമ്മൾ സബോള മുരിയിച്ചെടുത്തതാണ് കേട്ടോ. ബ്രൗണിഷ് കളറിൽ നമ്മൾ മുരിയിച്ചെടുത്ത ബിരിയാണിയുടെ മേലെ ഇടാനുള്ളതാണ്. അങ്ങനെ നമ്മൾ ചിക്കനും കൂടി ഇനി മുരിയിച്ചെടുക്കാനാണ് പോകുന്നത്. ഇതിങ്ങനെ കിടന്നിട്ട് മുരിയട്ടെ. ചിക്കൻ മുരിയിച്ചെടുത്തുകൊണ്ട് മാത്രം പണി കഴിയില്ല, അത് നമ്മൾ കറിയാക്കി എടുക്കണം. ഇത് നല്ലപോലെ മുരിയിച്ചെടുക്കാം. ഈ സമയത്ത് ആവുമ്പോൾ അടുക്കളയ്ക്ക് കുറേ ആൾക്കാർ വരും കേട്ടോ. ഇതിങ്ങനെ പാത്രത്തിലിരിക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെ ഓരോ പീസ് ഇങ്ങനെ കുറഞ്ഞ് വരണ കാണാം. നിങ്ങളുടെ വീടുകളിലൊക്കെ എങ്ങനെയാണോ ചിക്കൻ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഓരോ പീസ് ഇങ്ങനെ കുറയും. അപ്പം മമ്മി ഇങ്ങനെ നോക്കും. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ ചിക്കൻ കറിക്കുള്ള സബോള വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഞങ്ങളിതൊക്കെ ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ, ഗീയിലല്ല. അത് വേറെ കാരണമൊന്നുമല്ല, അത് മമ്മി നെയ്യിലിട്ട ഐറ്റംസൊന്നും മമ്മി അങ്ങനെ കഴിക്കില്ല. അതുകൊണ്ടാണ് സൺഫ്ലവർ ഓയിലിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. നെയ്യ് താല്പര്യമുള്ളവർക്ക് അതിട്ടിട്ട് ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ അതിലേക്ക് നല്ലപോലെ വഴണ്ടപ്പോൾ തക്കാളി ഇട്ടു. ഇത് ഇടുന്നതിനെക്കാട്ടി മുന്നേ 2 സ്റ്റെപ്പും കൂടി ഉണ്ട്, ഞാനത് ആഡ് ചെയ്യാൻ മറന്നുപോയി. ഇതിലോട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അരച്ച് ചേർക്കും. അതിൻ്റെ കൂടെ മറ്റേ മല്ലിയിലയും പുതിനയിലയുടെ പേസ്റ്റും കൂടി അരച്ച് ചേർക്കും. അതുപോലെ തന്നെ കശകശ, അണ്ടിപ്പരിപ്പ്, പിന്നെ ഒരു 2 സ്പൂൺ തേങ്ങ ചിരകിയത് ഇതും കൂടിയിട്ട് അരച്ചിട്ട് ഇതിലോട്ട് ചേർക്കും കേട്ടോ. മിക്സ് ചെയ്യും. അതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ച ചിക്കനൊക്കെ കൂടിയിട്ട് ഇതിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെയാണ് നമ്മുടെ ബിരിയാണിക്കുള്ള ചിക്കൻ കറി തയ്യാറാക്കുന്നത് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഇന്ന് നമ്മൾ വയ്ക്കുന്ന ബിരിയാണികൾക്കൊന്നും ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് കണ്ടിട്ടില്ല. അപ്പോൾ അതെനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി. അതൊക്കെ ആയിരിക്കും പണ്ട് കാലത്തുള്ള ബിരിയാണികളുടെ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അത് നമ്മൾ സെറ്റാക്കി എടുത്തു. നമ്മുടെ ഇറച്ചിക്കറി അങ്ങനെ റെഡിയായി. പാത്രം കുറച്ച് ചെറുതായും തോന്നുന്നു. എന്തായാലും ഇനിയിപ്പോൾ മാറ്റാൻ ഉദ്ദേശിക്കണില്ല. ഇനിയിപ്പോൾ ബിരിയാണിയുടെ റൈസായി കഴിഞ്ഞ് ഇത് അതിലോട്ട് തട്ടാനുള്ളതല്ലേ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇത് നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഐറ്റംസൊക്കെ ഇനി ബിരിയാണിയിലേക്ക് ഇടാനുള്ളതാണ് കേട്ടോ. ക്യാരറ്റ്, നമ്മുടെ ഗ്രീൻ പീസ് അതൊക്കെ അവിടെ റെഡിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളം വെച്ചു. ഇനി വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്കതിലോട്ട് അരി ഇടാം.
ആ വെള്ളത്തിലേക്ക് നെയ്യ് ഒഴിക്കുന്നവർക്ക് നെയ്യ് ഒഴിക്കാം. ഞാൻ പറഞ്ഞ പോലെ മമ്മി നെയ്യ് കഴിക്കാത്ത കാരണത്താലാണ് ഞങ്ങൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നത് കേട്ടോ. അങ്ങനെ അതിലോട്ട് മമ്മി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അതുപോലെ നമ്മുടെ പട്ട, നേരത്തെ നമ്മൾ വറുത്ത് കോരി വെച്ച പട്ട, ഗ്രാമ്പു ഐറ്റംസ് അതിലോട്ട് ഇട്ടു. നല്ലപോലെ അത് തിളച്ച് വന്നു തുടങ്ങി കേട്ടോ. വെള്ളം തിളച്ചിട്ട് വേണം അരി ഇടാൻ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇതാ എന്നെ എന്താ നോക്കാത്തേ പറഞ്ഞിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം തിളച്ചിട്ട് വേണം അതിലോട്ട് അരി ഇടാൻ. ഇതാ വെള്ളം തിളച്ചു. മമ്മി ഇതാ ബിരിയാണി അരി അതിലോട്ട് ഇട്ടു. ഇനി അതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ പാകത്തിന് ഉപ്പൊക്കെ ഇടണം കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് ചോറ് വെന്തിട്ട് വേണം ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ ചോറ് ഇതേ വെന്ത് വരണം. അതിന് മുന്നേ ആയിട്ട് ബിരിയാണിയിൽ ഇടുന്ന ഒരു തരം ജീരകമുണ്ട്. സത്യം പറയുകയാണെങ്കിൽ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതും കൂടി അതിൻ്റെ മേലെ ഒന്ന് തൂക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചോറ് ഇതേ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ബിരിയാണിക്ക് കുറച്ച് ഡെക്കറേഷൻ പണികൾ മാത്രം മതി. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ബിരിയാണി റൈസ് വെക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കറിയിലാണ് ഇതിൻ്റെ രഹസ്യം ഇരിക്കുന്നത്. ഇനി നമ്മളിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ആദ്യം കുറച്ച് മല്ലിയില തൂകി അതിൽ ക്യാരറ്റും നമ്മുടെ ഗ്രീൻ പീസും പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ച ഐറ്റംസ് ഒക്കെ ഇടുക. എന്നിട്ട് അതിൻ്റെ മേലെ പിന്നെ റൈസ് ഇടുക. റൈസിൻ്റെ മേലെ ചിക്കൻ കറി ഇടണവർക്ക് ഇടാം. ഞങ്ങൾ ഇടുന്നില്ല, ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ ഇടണവർക്ക് അങ്ങനെ ഇടാം കേട്ടോ. എന്നിട്ട് പിന്നെയും ഇത് കണ്ടിന്യൂ ചെയ്യുക. ഇതിൻ്റെ മേലെ മല്ലിയില ഈ ഐറ്റംസൊക്കെ പിന്നെ ഇടുക. പിന്നെ നമ്മൾ മറ്റേ എസെൻസൊക്കെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് ഫുൾ അങ്ങനെ ലെയറായിട്ട് എടുക്കുക. അതിന് ശേഷം നമ്മൾ ദമ്മ് വെക്കുകയാണ് ചെയ്യണത് കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി സെറ്റായി കഴിഞ്ഞു. വയറ് വിശന്ന് തുടങ്ങി. നമ്മളിത് ഈസ്റ്ററിന് ഉണ്ടാക്കിയതാണ് കേട്ടോ. ആ വീഡിയോ ആണ് ഞാൻ പിടിക്കുന്നത്. ഇടാൻ ഇച്ചിരി ലേറ്റായെന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിച്ചു. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തോട്ട് മടങ്ങിപ്പോയപ്പോൾ ഒരു ഫീല് തോന്നി. ആ ഒരു ടേസ്റ്റ് എനിക്ക് പണ്ട് കാലത്ത് നമ്മൾ കഴിക്കുന്ന ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാൻ. ടാറ്റ ബൈ.